കൊച്ചരുവികളായി ഉറവകളായി അവരൊരുങ്ങി ഒഴുകി അങ്ങനെ ഉള്ളിപ്പെയ്യുന്നു, ശാന്തമായി ഒഴുകിയും അല്ലേ നീർച്ചാലുകളായി പുഴയിലൂടെ ഒഴുകി പലരോടും കിന്നാരം പറഞ്ഞു കല്ലുകളെ തലോടി അവർക്കൊരു മിനുസരൂപം നൽകി മെല്ലെ മെല്ലെ പതഞ്ഞ് കവിതകളൊക്കെ ആലപിച്ച് ശാന്തമായും നൃത്തച്ചുവടുകൾ പോലെയും ഒഴുകി താളത്തിൽ മേളത്തിൻ്റെ ഒരു സംഭരണിയിലേക്ക് വന്നു ചേർന്ന് അവിടെ ശാന്തമായിരുന്നു ഒരു പുഴയെ അണകെട്ടി നിർത്തി അങ്ങനെ സുന്ദരമായ ഒരു പ്രദേശത്ത് ഒരു നീർത്തടവും അതിനൊരണക്കെട്ട്. അതാണ് കുറ്റ്യാടി ഡാം. ഇതിലൂടെ വരുന്ന ജലം കനാൽ വഴി അക്കടയേറ്റ് വഴി നമ്മുടെ പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് കുടിവെള്ളമായും കാർഷിക വിളകളെ സംരക്ഷിക്കുന്നതിനായി അങ്ങ് ദൂരെ കോഴിക്കോടിനപ്പുറത്തേക്ക് വരെ നമ്മുടെ ഈ കുറ്റ്യാടി ഡാമിലെ വെള്ളം ഉപയോഗിച്ചു. അതിൻ്റെ ഓരത്തൂടെയുള്ള റോഡിലൂടെ ചെമ്പനോടേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇരുവശങ്ങളിലും വനങ്ങൾ, അങ്ങനെയുള്ള ആ കുളിരുന്ന ആ കാടിലൂടെയുള്ള യാത്ര വളരെ രസകരമാണ്, മനസ്സിന് സന്തോഷം നൽകുന്നതാണ്. ഇതിലെ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ കുരങ്ങുകളെയും ആനകളെയും ഒക്കെ കാണാറുണ്ട്. വലതുവശത്ത് കാണുന്നത് ദേശീയ സുഗന്ധവിള ഗവേഷണ തോട്ടമാണ്. അവിടെ പല കൃഷികളും ഉണ്ട്. ഇടതു സൈഡിലെ വനത്തിൽ നിന്നും ചിലപ്പോൾ ചില കാട്ടാനകളും മറ്റു മൃഗങ്ങളൊക്കെ അപ്പുറത്തെ കൃഷിയിടങ്ങളിലേക്ക് പോകാറുണ്ട്. അങ്ങനെ സൈഡ് മതിലുകൾ പൊട്ടിച്ചതും നമുക്ക് കാണാൻ കഴിയും. ഇത് വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്. വനങ്ങളാൽ വിടമായ ഈ ഒരു അന്തരീക്ഷത്തിലൂടെയുള്ള യാത്ര ഒരുപാട് വാഹനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആസ്വദിച്ച് നമുക്ക് പോകാൻ കഴിയും. ഇതിനടുത്തായി ചില ആദിവാസി ഊരുകളും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കൊക്കെ അവരെയും കാണാൻ സാധിക്കും. വളരെ നീളത്തിൽ വലിയ വളവുകളൊന്നുമില്ലാതെ നമുക്ക് റോഡുകൾ കാണാൻ സാധിക്കും. വളരെ സന്തോഷം നൽകുന്ന, മനസ്സിന് കുളിർമ നൽകുന്ന, വേനൽക്കാലമായാലും പച്ച പൊളിച്ച് നിൽക്കുന്ന ഈ വനം എല്ലാ വിനോദസഞ്ചാരികൾക്കും വളരെ പ്രിയപ്പെട്ടതാണ്. കുറ്റ്യാടി ഡാമിൻ്റെ ഓരത്തുകൂടെ അല്ലെങ്കിൽ അതിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത മനസ്സും സന്തോഷവും ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഏറെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഇന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളുടെ എണ്ണവും ദിനം പ്രതി വർദ്ധിക്കുകയാണ്. നമ്മളിതിലെ പോകുമ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ്. ഇടയ്ക്കൊക്കെ കാട്ടാനകളെ നമുക്ക് കാണാൻ കഴിയും. അത് ശ്രദ്ധിച്ചു പോവുക എന്ന വാണിംഗ് പല ബോർഡുകളിലും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വനത്തിൽ നിന്നും ആനകൾ പുറത്തേക്ക് വരുന്നതിന് ഒരു വേലി കെട്ടി, ഇലക്ട്രിക് വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. ഈ വരുന്ന വഴിയിൽ സൈഡിലായി ഒരു അപകടം നടന്ന ജീപ്പ് കുറച്ചധികമായി അവിടെ കിടക്കുന്നു. പിന്നെ ഈ കാടിൻ്റെ ഇടതുവശത്തായി ഒരു ചെറിയ കൽവിളക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് അത് ഇടതുവശത്തായിട്ട് ഒരു കൽവിളക്ക് അതിൽ തിരിവെക്കാറുണ്ട്. ആരാണ് അത് തെളിയിക്കുന്നത് എന്നറിയില്ല. എന്തായാലും പരിസരത്തുള്ള ആളുകൾ തന്നെയാണ്. കുറച്ച് അകലെയാണ് ഇവിടെ വീടുകൾ ഉള്ളത്. എന്നാലും
തിരിവെക്കാൻ അവർ എത്താറുണ്ട്. വീണ്ടും മുന്നോട്ട് പോയാൽ ഈ ഫോറസ്റ്റ് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചെമ്പനോട ഗ്രാമത്തിൽ ഭാഗങ്ങളാണ്. ഇവിടെ ഒരു ചെറിയ പുഴയുണ്ട്. പുഴകളെല്ലാം കാടിന് നടുവിലൂടെ ആയതുകൊണ്ട് തന്നെ നല്ല തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. മറ്റ് പുഴകളെല്ലാം നമുക്കറിയാം, മഴക്കാലമായാൽ കലങ്ങി മറിഞ്ഞ് ഒഴുകി വരുന്നതായിരിക്കും. പക്ഷേ വനം എത്രത്തോളം നമ്മുടെ മണ്ണിനെ പിടിച്ചു നിർത്തുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ പുഴകളിലെ തെളിഞ്ഞ വെള്ളം. അതിങ്ങനെ കുത്തി ഒഴുകി വരുന്നുണ്ടെങ്കിലും ആ വെള്ളത്തിന് ഒരു കലക്കുമില്ല. നിഷ്കളങ്കമായ പ്രകൃതിയെ വേട്ടയാടുമ്പോഴാണ് അതിൻ്റെ നിറത്തിലും സ്വഭാവത്തിലും ഒക്കെ മാറ്റം വരുന്നത്. മറ്റൊരു പുഴയാണ് ഈ കാണുന്നത്. ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ സൗന്ദര്യമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയും പോലെ ഇത് എത്ര മനോഹരമാണ്. ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് തിരിച്ചു പോകുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഒട്ടേറെ പാറക്കല്ലുകളെ തട്ടി തലോടി ഒഴുകി വരുന്ന കടന്തറപ്പുഴയാണ്. ഈ കടന്തറപ്പുഴ മലമുകളിൽ എവിടെയെങ്കിലും മഴ പെയ്താൽ വളരെ വലിയ രീതിയിലുള്ള ശക്തിയായ ഒഴുക്ക് ഇവിടെ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും പല വിനോദസഞ്ചാരികളും അപകടത്തിൽ. ഇതൊക്കെയായാലും നമ്മൾ യാത്ര തുടരുകയാണ്. എൻ്റെ ലക്ഷ്യസ്ഥാനം കുറച്ചകലെയാണ്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പോകുന്ന വഴിക്ക് നമ്മൾ അന്യം നിന്ന് പോയ ഒരു സംഭവമാണ് STD ബൂത്ത്. എല്ലാ ബൂത്തുകളിലും അന്ന് തിരക്കായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ